ചങ്ങായിമാർ ഇന്നലെ വിസർജനം ടിവിയിലുണ്ടല്ല, നമ്മൾ ഒട്ടകം ഗോപാലിന്റെയും വിസർജനം നമ്പ്യാരുടെയും വളരെ മനോഹരമായ ഒരു കോമഡി ഇന്റർവ്യൂ നടന്നിരുന്നു. വേറൊന്നുമല്ല ഇന്റർവ്യൂയുടെ സംഖ്യ ഉദ്ദേശിച്ചത്, അതായത് മുസ്ലിങ്ങളെ കുറിച്ച് പച്ച വർഗീയത പറയാ. എന്നിട്ട് നമ്മൾ വിസർജനം നമ്പ്യാറും ഒട്ടകം ഗോപാലിനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നല്ലോണം സന്തോഷിക്കുക. ഇത് മാത്രമാണ് ആ ഇന്റർവ്യൂവിൽ നടന്നത്. ആ സംഭവത്തിന്റെ അടുക്ക ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ചൊക്കെ എന്തൊക്കെ പച്ചക്കള്ളങ്ങളാണ് രണ്ടാളും അടിച്ചു വിട്ടേന്നറിയോ. എന്താണ് നമുക്ക് ഈ രണ്ട് വേട്ടാവളിയന്മാരും കൂടി പറഞ്ഞ കാര്യങ്ങൾ കുറച്ചായി കേട്ടിട്ട് വന്നാലോ. ഞാൻ ചോദിക്കുന്നത് എന്താ കുമാരുടെ പരിപാടി? ഇവർക്ക് ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഈ ഗുരുവായൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്താ പരിപാടി? ഇപ്പൊ ഒന്നെങ്കിലും ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്, ഇവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. ആ ഹിഡൻ അജണ്ട ഈ ഇടതുപക്ഷവും വലതുപക്ഷവും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് മറ്റാരുടെയോ താല്പര്യപ്രകാരമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെയോ ഒരു താല്പര്യപ്രകാരമാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു 50 കൊല്ലം? അപ്പോൾ ഈ 50 കൊല്ലത്തെ കുത്തക അത് തകർക്കണം. അത് തകർക്കുക എന്നുള്ളതൊരു കൃത്യമായ ലക്ഷ്യമാണ്. ഈ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാമച്ചൻ കൃഷി എവിടെയാണ്? ഗുരുവായൂരാണ്. ആർക്കും അറിയില്ല. രാമച്ചൻ കൃഷി ഇപ്പം നാമാവിശേഷമായി. എന്താ കാരണം? രാമച്ചൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. മനസ്സിലായില്ലേ? ഭൂമി ലീസിനെടുത്തിട്ടാണ് രാമച്ചൻ കൃഷി ചെയ്യുന്നത്. ആരുടെ കയ്യിൽ നിന്നാണ് ലീസിനെടുക്കുന്നതെന്ന് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത് രാമച്ചൻ അങ്ങോട്ട് ലീസിന് ഭൂമി എടുത്ത് പൈസ കൊടുത്ത് രാമച്ചൻ അങ്ങനെ റെഡിയായിട്ട് വിളവെടുക്കുന്ന സമയം ഇത് കത്തിച്ചളയും. ആരെ കത്തിക്കാൻ ഒരു കൊടുത്തില്ല. പോലീസിന് നിങ്ങൾ പല പ്രാവശ്യം പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു, കത്തിച്ച് കത്തിക്കുന്നത് ആരാന്ന് കൃത്യമായി കൃഷിക്കാർക്ക് അറിയാം. പക്ഷെ അവർക്ക് മിണ്ടാൻ അവകാശമില്ല. ഒട്ടകം ഗോപാല, ഒരു ഹിന്ദുവിന്റെ വളർച്ച കണ്ടിട്ട് ആരെങ്കിലും അത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരും ആയിരിക്കില്ല, അത് സംഘികൾ തന്നെയായിരിക്കും കത്തിച്ചിട്ടുണ്ടാവുക. അല്ലാതെ ആ വൃത്തികെട്ട പരിപാടി വേറെ ആരും ചെയ്യില്ല മിസ്റ്റർ ചാണക് ഗോപാലൻ. അതല്ലാതെ ഈ സംഭവം ഉണ്ടല്ല, മുസ്ലിമിന്റെ തലയിലിട്ടിട്ട് രാമച്ചൻ ജിഹാദ്, ഗുരുവായൂർ ജിഹാദ് എന്നീ പുതിയ ജിഹാദുകളാണ് കൊണ്ടുവരാൻ ഉദ്ദേശമെങ്കിൽ സംഘികളുണ്ടല്ല, സംഘികൾ തന്നെ നിങ്ങളെ കണ്ടം വഴി ഓടിക്കും മിസ്റ്റർ ഒട്ടകം ഗോപാലൻ. കാരണം സംഘികൾ തന്നെ നിങ്ങൾ പുതിയതായി കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ജിഹാദുകളുടെ പേരുകൾ കേട്ടിട്ട് ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കരുത്. പിന്നെ മിസ്റ്റർ ഒട്ടകം ഗോപാലൻ, നിങ്ങൾ പറഞ്ഞു ഇത്രയും കാലം 50 വർഷമായിട്ട് ഗുരുവായൂർ വളർന്നിട്ടേ ഇല്ലാന്ന്. മിസ്റ്റർ ഒട്ടകം ഗോപാലൻ, ഞാനൊക്കെ ഉണ്ടല്ലോ ശബരിമലക്ക് പോകുമ്പോൾ എപ്പോഴും ഗുരുവായൂർ അമ്പലം ദർശിച്ചിട്ടാണ് പോകാറുള്ളത്. ഓരോ വർഷം കഴിയുമ്പോണ്ടല്ല ഗുരുവായൂർ അമ്പലം ഞാനൊക്കെ ഉണ്ടല്ല വളർന്നിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെയുള്ള എല്ലാ കാര്യങ്ങളുണ്ടല്ല നല്ല രീതിയിൽ പോകുന്നത് മാത്രമേ ഞാനൊക്കെ കണ്ടിട്ടുള്ളൂ. അതായത് ഗുരുവായൂർ അമ്പലത്തിനും ഗുരുവായൂരിനും വേണ്ട എല്ലാ വികസനങ്ങളും ഉണ്ടല്ല അവിടെ ഇതുവരെ ഉണ്ടായ മുസ്ലിം MLA-മാരല്ലേ അവർ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഗുരുവായൂർ അമ്പലത്തിന് വേണ്ട എന്തെങ്കിലും കാര്യം അവിടുത്തെ MLA-മാർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഗുരുവായൂരുള്ള മുസ്ലിം MLA-മാർ ആരായാലും ഗുരുവായൂരിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ മിസ്റ്റർ ഒട്ടകം ഗോപാലൻ, ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള ഇലക്ഷൻ അല്ല കഴിഞ്ഞിട്ടുള്ളത്, ഗുരുവായൂർ മണ്ഡലമില്ലേ ആ മണ്ഡലത്തിലേക്കുള്ള ഇലക്ഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞത്. അതാദ്യം മനസ്സിലാക്കട്ടോ. എന്തായാലും അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും നിങ്ങൾക്കില്ലാന്ന് ഏറെക്കുറെ ഗുരുവായൂരുള്ള എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കിനി ഒട്ടകം ഗോപാലിന്റെയും ചാണക് നമ്പയാരുടെയും അടുത്ത പൊട്ടത്തരം കൂടി കേട്ടിട്ട് വരാം. ഇന്ത്യയുടെ നാനാഭാഗത്തും ഓരോ ദിവസവും ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും എനിക്ക് ടെലിഫോൺ കോളായിരുന്നു. അമ്മമാർ കോട്ടയം, കണ്ണൂർ, കോഴിക്കോട് അമ്മമാർ, എനിക്ക് അത്ഭുതം തോന്നുക. അവർ വിളിച്ചിട്ട് എനിക്ക് മോനെ എങ്ങനെയെങ്കിലും ജയിക്കണം നീ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കായിരുന്നു. അപ്പോൾ അത് കാണുന്നത് നമ്മൾ മർമ്മത്തടിക്കണം. കേരള രാഷ്ട്രീയത്തിൽ മർമ്മത്തടിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം വരേണ്ടിയിരിക്കുന്നു. അത് അതിശക്തമായ നാന്ദി കുറിച്ചു താങ്കൾ. അത് ഗുരുവായൂർ അപ്പന്റെ നടയിൽ വെച്ച് തന്നെ അല്ലേ? അതൊരു പ്രധാന. അതായത് ഇനി വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം വികസനത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ഈ ഇത്രയും കാലം കേരളത്തിലുണ്ടായിരുന്നത് വ്യാജ മതേതര രാഷ്ട്രീയമാണ്, കപട മതേതര. ഈ കപട മതേതരത്വ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളം വികസനത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ്. ഈ വികസനത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഗുജറാത്തിൽ. മിസ്റ്റർ ഒട്ടകം ഗോപാലൻ, നിങ്ങൾ ഗുജറാത്തിൽ കൊണ്ടുവന്ന ഹിന്ദുത്വ വളർച്ചയില്ലേ ആ വളർച്ച തന്നെയാണ് കേരളത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ കാലാകാലമായിട്ട് പറയുന്നത്. അതായത് ഗുജറാത്തിലുണ്ടായ ഹിന്ദുത്വ വളർച്ചയിൽ ആരാ വളർന്നതെന്നറിയാം? അവിടെയുള്ള ഉന്നതകുല ബ്രാഹ്മണന്മാരില്ലേ അവര് മാത്രമേ വളർന്നുള്ളൂ. അവിടെ തളർന്നു പോയത് ദളിത് ഹിന്ദുക്കളില്ലേ, ദളിത് ഹിന്ദുക്കളാണ് അവിടെ ഏറ്റവും കൂടുതൽ തകർന്നു പോയിട്ടുള്ളത്. ആ ഹിന്ദുത്വ രാഷ്ട്രം ദളിതരും ഉന്നത കുലക്കാരും അല്ലാത്ത ജാതിക്കാരില്ലേ അവര് താഴേക്ക് പോകുന്ന, അവർ തളർന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ് നിങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് തന്നെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്നത്. എന്തായാലും ഇപ്പോഴെങ്കിലും അത് തുറന്ന് പറഞ്ഞതിൽ മിസ്റ്റർ ചാണക് ഗോപാലൻ ഒരുപാട് നന്ദിയുണ്ട്. ചാണക് ഗോപാലൻ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു കണ്ണൂര് മുതൽ തിരുവനന്തപുരം വരെയുള്ള അമ്മമാർ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ വിജയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. മിസ്റ്റർ ഒട്ടക് ഗോപാലൻ, അത് നിങ്ങൾ ആരോ പറ്റിച്ചതാട്ടാ. ആരോ മെമിക്രിയിൽ അമ്മമാരുടെ സൗണ്ട് എടുത്ത് നിങ്ങളെ പറ്റിച്ചതാണ്. കാരണം നിങ്ങളുടെ അമ്മ പോലും ഉണ്ടല്ല നിങ്ങൾ വിജയിക്കേണ്ടെന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂ. നിങ്ങൾ വിജയിച്ചെങ്കിൽ ഏറ്റവും വലിയ ഉപദ്രവകാരിയാകുന്നത് നിങ്ങൾ അമ്മക്ക് തന്നെ അറിയാം. അല്ലാതെ കേരളത്തിലുള്ള ഒരമ്മയും നിങ്ങൾ വിജയിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല, ഒരിക്കലും പ്രാർത്ഥിക്കില്ല. നമുക്കിനി ഒട്ടകം ഗോപാലിന്റെയും വിസർജൻ നമ്പ്യാരുടെയും അടുത്ത മനോഹരമായ പൊട്ടത്തരം കേട്ടിട്ട് വന്നാലോ.
ഒരു വർഗീയത. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ യാക്കോബായ സഭ പിന്നെ ലത്തീൻ കത്തോലിക്കയെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് നിർത്തതല്ലേ? എന്നൊരു കാര്യം, മതേതരത്വമാണെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ആളുകളുള്ള സ്ഥലത്ത് ഒരു ലത്തീൻ കത്തോലിക്കക്കാരനെ കൊണ്ടു നിർത്തട്ടെ, അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ കൊണ്ടു നിർത്തട്ടെ. അത് ചെയ്യണ്ടോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇവിടെയൊക്കെ ഇവർക്ക് മതേതരത്വം ഇല്ല. മലപ്പുറത്ത് ഒരു 4 ഹിന്ദു കാൻഡിഡേറ്റിനെ കൊണ്ടു നിർത്താൻ പറ മുസ്ലിം ലീഗിനോട്. ചെയ്യോ അവര്? മിസ്റ്റർ ഒട്ടകം ഗോപാലൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടല്ല മലപ്പുറത്ത് ഒരുപാട് ഹിന്ദു സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടല്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ തന്നെയാണ് ആ ഹിന്ദു സ്ഥാനാർത്ഥികൾ തോൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിജയിച്ചവരിൽ മുസ്ലിം ലീഗിന് ഹിന്ദു സ്ഥാനാർത്ഥികളുണ്ട്, CPM ഹിന്ദു സ്ഥാനാർത്ഥികളുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് ഹിന്ദുക്കൾ അവിടെ വിജയിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ ഇലക്ഷൻ ഉണ്ടല്ല എല്ലാ ഹിന്ദു സ്ഥാനാർത്ഥികളെയും ഉന്നത കുലക്കറായ ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്തിച്ച നിങ്ങൾക്കുണ്ടല്ല, നിങ്ങളെ സംഖ്യ കണ്ടില്ല, അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു അവകാശവും ഇല്ല. പിന്നെ നിങ്ങൾ CPM കോൺഗ്രസിനെയൊക്കെ ക്രിസ്ത്യാനികൾ സപ്പോർട്ട് ചെയ്തതിന് എന്തോ കളിയാക്കുന്നത് കണ്ട് നിങ്ങൾ BJPന്റെ സുരേഷ് ഗോപിയില്ലേ, സുരേഷ് ഗോപിയാണ് പള്ളിയിൽ മുട്ടിലഴഞ്ഞു പോയത്. നിങ്ങളെ BJPക്കാരാണ് പള്ളിയിൽ പോയിട്ട് കേക്ക് കൊണ്ടുപോയി കൊടുത്തത്. അതൊക്കെയല്ല ക്രിസ്ത്യാനികളെ സോപ്പിടാൻ വേണ്ടിയിട്ടും ക്രിസ്ത്യാനികളെ വോട്ട് കിട്ടാനും വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പൂഞ്ഞാലെ 2 കക്കൂസിനെയും കൂട്ടി പിന്നെ അനൂപാനിനെയൊക്കെ കൂട്ടിയിട്ട് ക്രിസ്ത്യാനികളെ സോപ്പിടാൻ വേണ്ടി പരമാവധി നോക്കി, പക്ഷെ നടന്നില്ല. അതിന്റെ ചൊറിച്ചില് നിങ്ങൾക്ക് ഇപ്പോഴും പോയിട്ടില്ല. എന്താണ് നമുക്ക് ഇനി ചാണക് ഗോപാലിന്റെയും വിസർജൻ നമ്പ്യാരുടെയും അവസാനത്തെ മനോഹരമായ ഒരു പൊട്ടത്തരം കൂടി കേട്ടിട്ട് വന്നല്ലോ. അല്ല, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു നിമിത്തം പോലെ വന്നായിരിക്കും അല്ലേ? കൊടുങ്ങല്ലൂർ മത്സരിക്കാൻ അല്ലേ തീരുമാനിച്ച താങ്കൾ അവിടെ ചുവരെടുത്ത് തുടങ്ങി. പക്ഷെ നോക്കൂ, താങ്കളുടെ നിയോഗം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന്റെ മണ്ണിലേക്ക് വരാതെ ഒരുപക്ഷെ ഗുരുവായൂരപ്പൻ വിളിച്ചു വരുത്തതായിരിക്കാം. ഞാൻ പറയും, ഇത് നിങ്ങൾ നോക്കിക്കോ. ഒരുപക്ഷെ ഞാൻ പറയാണ്, ഇത് താങ്കളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകണം. എന്റെ മനസ്സ് പറയുന്നു. അനിലിന്റെ മനസ്സ് തന്നെയാണ് പലരുടെയും പറയുന്നത്. എന്റെ മനസ്സും അങ്ങനെയാണ്. കാരണം കൊടുങ്ങല്ലൂരിൽ പോയി 2 മാസം നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഗുരുവായൂർക്ക് വരുമ്പോൾ ഇത് ഗുരുവായൂരപ്പൻ വിളിച്ചുകൊണ്ടാണ്. അത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് മിസ്റ്റർ ഒട്ടകം ഗോപാലൻ. കാരണം കൊടുങ്ങല്ലൂർ സീറ്റ് കിട്ടുന്ന വിചാരിച്ച് അവിടെ പോയി കടന്നുറങ്ങിയ നിങ്ങളെയുണ്ടല്ല ഗുരുവായൂരിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. അത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതെന്തിനാണ് നിങ്ങൾ ഗുരുവായൂരിലേക്ക് വിളിച്ചു കൊണ്ടുവന്നറിയാം? നിങ്ങളെപ്പോലുള്ള ഒരു വർഗീയവാദിനെ ഗുരുവായൂരിന്റെ മണ്ണിൽ തന്നെ തോപ്പിക്കണം എന്നുള്ളത് ഗുരുവായൂരപ്പന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ തന്നെയാണ് നിങ്ങളെ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ തോൽപ്പിച്ച് കണ്ടം വഴി ഓടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പൻ നിങ്ങളെ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കോ, അടുത്ത മാസം മെയ് 4 വോട്ടെണ്ണുമ്പം കേരളത്തിൽ ആദ്യം 8 നിലയിൽ പൊട്ടുന്ന സ്ഥാനാർത്ഥി നിങ്ങളായിരിക്കും മിസ്റ്റർ ഒട്ടകം ഗോപാലൻ, നിങ്ങളായിരിക്കും. അത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഗുരുവായൂരപ്പനും ആയിരിക്കും. എന്തായാലും 8 നിലയിൽ പൊട്ടാൻ പോകുന്ന ഒട്ടകം ഗോപാലിനെ കൊണ്ടുവന്നിട്ട് ഇമാതിരി ഊള ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ വിസർജനം നമ്മെ കൊണ്ട് മാത്രമേ പറ്റൂ. എന്തായാലും നമ്മുടെ ചാണക് ഗോപാൽ 8 നിലയിൽ പൊട്ടുമുട്ടില്ല. ഈ വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഒട്ടകം ഗോപാലിനെ എയറിലേക്ക് ഒരുപാട് തവണ കൊണ്ടുപോകാം. അപ്പൊ 8 നിലയിൽ പൊട്ടാൻ പോകുന്ന ചാണക് ഗോപാലൻ എന്ന ഒട്ടകം ഗോപാലിനും അത് കണ്ട് പൊട്ടിക്കറിയാൻ പോകുന്ന നമ്മളെ വിസർജനം നമ്പ്യാർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.